എപ്പോഴും ഒരു ഡോക്ടർ എന്ന രീതിയിൽ എംപതി ടുവേർഡ്സ് എ പേഷ്യൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ആ ആസ്പെക്റ്റിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടേഴ്സിന് അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഒരു അവയർനെസ്സും ട്രെയിനിങ്ങും നമ്മൾ ചെയ്യുക. കാരണം ഏതൊരു കാര്യവും നമ്മൾ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിലൂടെയും അവയർനെസ്സിലൂടെയും നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരികയും നമ്മുടെ പൊതുസമൂഹത്തിനുള്ള ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ നമുക്ക് കഴിയും. സോ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഈ സമയത്ത് ചൂടാണ്, അപ്പോൾ പാമ്പ് കടി ഏൽക്കുന്നത് ഇപ്പോൾ തുടർച്ചയായ വാർത്തകളാണ് വരുന്നത്. ഇതേപോലൊരു ഇൻസിഡൻസ് നമുക്ക് ഈ നായകൾ കടിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. ഇത് ഒരു സീസണലായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട് എന്നതും കൂടി വസ്തുതയല്ലേ? അതെ. ഇപ്പം നമ്മൾ അറിയാം, നമുക്കൊരു ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഒരു റോഡ് സേഫ്റ്റിയാണ്. നമ്മൾ റോഡ് സേഫ്റ്റിക്ക് നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പബ്ലിക് അവയർനെസ്സസ് കൊടുക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, സീറ്റ് ബെൽറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, റോഡിൽ നമ്മൾ ലൈറ്റ് വെക്കുന്നു, എടുക്കുന്നു. പക്ഷേ ഇതിന് ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിലും ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വളരെ നമുക്ക് ഏറ്റവും വേദനാജനകമായ ഒരു ആക്സിഡൻ്റ് ആയിരുന്ന ഒരു സ്കൂൾ അധ്യാപകൻ 7 ബാൻ മറിഞ്ഞുള്ള ഒരു ആക്സിഡൻറ്റ്. അതുപോലെ അത്തരം ഇൻസിഡൻസ് നമുക്കൊരിക്കലും അല്ലെങ്കിൽ ഇത്തരം ബൈറ്റ്സ് അവോയ്ഡ് ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര പ്രിവെൻഷനും കാര്യങ്ങളും എടുത്താൽ. പക്ഷേ ചോദിച്ച നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, സീസൺ ആണോ എന്ന് ചോദിച്ചാൽ പല പഠനങ്ങളിലും പറയുന്നത് ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ സ്നേക്ക് ബൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സമ്മറിൽ ഇത്തരം ഈ 2 സ്നേക്സിൻ്റെ ബൈറ്റ്സ് കുറച്ച് പ്രവണത കൂടുതലാണ്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ പ്രിവെൻഷൻ കുറച്ച് നമ്മൾ ആക്റ്റീവ് ആക്കുക. കാരണം നമുക്കറിയാം സമ്മറാണ്, ചൂടാണ്, പലപ്പോഴും നമ്മൾ വീട്ടിലെ ജനൽ തുറന്നിട്ട് കിടന്ന് ഉറങ്ങും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള അപ്പോൾ നമ്മൾ വീട്ടിൽ വല്ല നമ്മൾ ആസ് എ വ്യക്തി നമ്മളെ സേഫ്റ്റി നമ്മുടെ സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് വരുന്ന ഏതൊരു സാധനം നമ്മൾ ചുറ്റുപാട് നോക്കുക, ടയർ കിടക്കുക, ഷൂ കിടക്കുക, ഷൂവിനകത്ത് കുഞ്ഞ് പാമ്പ് കയറിയിരിക്കാം. അപ്പം നമ്മൾ ഒരു രസകരമായ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും വലിയ പാമ്പ് കടിച്ച ഭയങ്കര വിഷം നമ്മൾ ഭയപ്പെടുന്നു. കുഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു പാമ്പല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൽ വളരെ രസകരമായൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും കുഞ്ഞു പാമ്പിൻ്റെ കടിയിൽ വയ്ക്കുന്ന വിഷം ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അഡൽട്ട് പാമ്പ് അല്ലെങ്കിൽ ഒരു വലിയ പാമ്പിനെ അറിയാം അതിൻ്റെ എതിരെ നിൽക്കുന്ന ആൾ എത്ര ഡേഞ്ചറസ് ആണെന്നും അല്ലെങ്കിൽ എത്ര ത്രെറ്റാണെന്ന് തന്നെ ഒരു അനാലിസിസ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഭയപ്പെടുത്താൻ വേണ്ടി ട്രൈ ബൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിമൽ പോയിസനെ അത് ഇഞ്ചെക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു കുഞ്ഞു പാമ്പിന് അത് അറിഞ്ഞുകൂടായിരിക്കും, ചിലപ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ ഫുൾ വിഷം ഇഞ്ചെക്ട് ചെയ്യും. സോ ഒരു കുഞ്ഞ് പാമ്പ് കടിച്ചു, അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാൻ പാടില്ല. ചിലപ്പോൾ അതിൻ്റെ വിഷബാധയായിരിക്കും വളരെ ഫേറ്റലായിട്ടുള്ള വിഷബാധ. അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഇത്ര പ്രിവെൻഷന് രാവിലെ ഷൂസ് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വയ്ക്കുന്ന നമ്മുടെ വണ്ടി, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പം ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ അകത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിൻ്റെ അടിവശത്ത് പാമ്പുണ്ടായിരുന്നു. സോ ഇത് പുറത്ത് അവർ വെച്ചിരുന്നതാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല. പാമ്പ് അതിൻ്റെ ഒരു കംഫർട്ടിന് അവിടെ ഉണ്ടായിരുന്നത് വീട്ടിനകത്ത് കയറുകയും ആ വീട്ടിലുള്ള ഗൃഹനാഥയെ ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ മാക്സിമം ശ്രദ്ധ ചെലുത്തുകയും നമ്മളതിൻ്റെ പ്രിവെൻഷനിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ഷൻ. ഡോക്ടർ, ഇപ്പോൾ DMOമാരുടെ യോഗം ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിളിച്ചിരിക്കുകയാണ്, ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കുകയാണ്. യോഗത്തിൽ എന്തൊക്കെയായിരിക്കാം ചർച്ച, ആണെങ്കിൽ തന്നെ എന്തൊക്കെയായിരിക്കാം പുതിയ മാർഗനിർദ്ദേശങ്ങളുമായിട്ട് വരാനുള്ള സാധ്യതകളാണ് ഡോക്ടർ കാണുന്നത്? ഐഡിയലി നമുക്ക് ആദ്യം പറഞ്ഞല്ലോ, ഒന്ന് ആൻറ്റി സ്നേക്ക് വെനത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ആൻറ്റി സ്നേക്ക് വെനത്തിൻ്റെ അവൈലബിലിറ്റി പൊതുവേ നമ്മുടെ മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആണ്. കാരണം അത് ഭയങ്കര കോസ്റ്റ്ലി അല്ല, ആൾമോസ്റ്റ് സബ്സിഡീസ് റേറ്റിൽ പല സ്ഥലങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു ഡോക്ടർ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ് അല്ല, എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ അല്ല. വേറെ കാരണം ഒന്ന് ഇതിൻ്റെ സ്റ്റോറേജ് ആൻഡ് എക്സ്പയറി, പിന്നെ പൊതുവേ പാമ്പ് കടി ഏറ്റാൽ പോകുന്നത് പോലും ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെർഷ്യറി കെയർ സെൻ്ററിലായിരിക്കും. കാരണം ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ വരുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് എയ്ഡിന് അപ്പുറത്തേക്കുള്ള ചാൻസസ് കുറവാണ്. കാരണം ഈ സ്നേക്ക് വെനത്തിനുള്ളൊരു മേജർ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിനുള്ള അനഫിലാക്റ്റിക് റിയാക്ഷൻ. അതായത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലുണ്ടാകുന്ന അലർജിയുടെ ഭാഗമായിട്ടുള്ള അനഫിലാക്സിസ് ഭയങ്കര സിവിയർ ആയിരിക്കും. ചില രോഗികൾ അത് ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന അവസ്ഥ വരെ പോയിട്ടുണ്ട്. അപ്പം ഈ മരുന്ന് നൽകുന്നതിനൊരു ഹൈ റിസ്ക് ഉണ്ടെന്ന് വെച്ചാൽ വളരെ ഹൈ റിസ്ക് ആണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ എഫക്റ്റീവ്നെസ്. ഇതൊരു പോളിവെലൻ്റ് സ്നേക്ക് വെനമാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 4 കൈൻഡ് ഓഫ് സ്നേക്കാണ് നമ്മൾ മേജർലി വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോബ്ര, വൈപ്പേഴ്സ്, റസൽ വൈപ്പർ, പിന്നെ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റ്, ഈ 4 ഇനം സ്നേക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൻ്റെ പേവിഷബാധയെ അല്ലെങ്കിൽ അതിൻ്റെ വിഷബാധയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള
ആൻറ്റിവെനമാണ് ഇതുള്ളത് നമ്മുടെ അടുത്ത്. പക്ഷേ ഇതിൽ തന്നെ വേരിയേഷനുള്ള വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു വൈപ്പറിൽ ഹംനോസ്റ്റ് വൈപ്പർ എന്ന് പറയും, അതൊരു വേരിയൻ്റാണ്. ഈ ഹംനോസ്റ്റ് വൈപ്പറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആ ഹംനോസ് വൈപ്പർ കടിച്ച വിഷബാധ ഏറ്റ ആൾക്കാരിൽ ഈ ആൻറ്റിവെനത്തിൻ്റെ എഫക്റ്റീവ്നെസ് കുറവാണ്. അപ്പം അത് നമ്മൾ കൊടുക്കുന്നത് എഫക്റ്റീവ്നെസ് കുറവാകുമ്പോൾ കൊടുക്കുന്നത് എത്രത്തോളം റൈറ്റ് ഡിസിഷൻ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിലൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ഈ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ പോളിവാലൻ്റ് ആൻറ്റിവെനമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ US അല്ലെങ്കിൽ പല ഡെവലപ്ഡ് കൺട്രിയിലും ഓരോ സ്പെസിഫിക് സ്നേക്സിന് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള സ്നേക്സിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആൻറ്റിവെനംസ് ഡെവലപ്ഡാണ്. നമ്മളിവിടെയും പല പഠനങ്ങൾ നടക്കുന്നുണ്ട്, അത് പ്രാവർത്തികമായി അധികം എത്തിയിട്ടില്ല. സോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് ആൻറ്റി സ്നേക്ക് വെനത്തിൻ്റെ അവൈലബിലിറ്റി എല്ലാ പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററിലുള്ള കാര്യങ്ങളൊന്ന് എനിക്കൊന്ന് അതിൽ ഉറപ്പ് വരുത്തുന്നതായിരിക്കും. രണ്ടാമത് ഇത് കൊടുക്കുമ്പോഴുള്ള റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. കാരണം ഇതിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ വന്നു, ഡോക്ടറെ കണ്ടു, ക്ലിനിക്കൽ അസസ്മെൻറ്റ് ചെയ്തു, ഡോക്ടറിന് തോന്നി ഈ പാമ്പ് വിഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂറോടോക്സിക് ആണ്. അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന ടൈമിൽ അത് ആൻറ്റി സ്നേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റിലുള്ള തന്നെ മേജർ ഹെമറ്റോളജിക്കലായിട്ടുള്ള, അതായത് ബ്ലീഡിങ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിൽക്കും. അല്ലെങ്കിൽ അത് ഒരു 1 അവറിനകത്ത് ഈ ഹാർട്ട് സംബന്ധമായ അരിതിമിയാസോ അല്ലെങ്കിൽ ശ്വാസോ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആവും. ഒരു 6 അവേഴ്സിനകത്ത് മേജർ സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാം റിവേഴ്സ് ആവും. അതായത് ഈ ഒരു കറക്റ്റ് സമയത്തിൽ ആൻറ്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ 6 മണിക്കൂറിൽ രോഗിയുടെ കണ്ടീഷൻ തന്നെ മാറുവാണ്. സോ അപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏർലി ആയിട്ട് ചെയ്യേണ്ട വളരെ എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് കൊടുത്താൽ വരുന്ന റിയാക്ഷൻ പാർശ്വബലത്തിനോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പ്രോപ്പർ പോളിസീസും പ്രോപ്പർ ട്രെയിനിങ്ങും ഡോക്ടേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ ഏർലി ആയിട്ട് ഇവനൊരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ തന്നെ ഈ ആൻറ്റിവെനം വളരെ ഏർലി ആയിട്ട് കൊടുത്ത് അത് പ്ലസ് പബ്ലിക് എഡ്യൂക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളിന്നൊരു മരുന്ന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്, അതുപോലെ പ്രശ്നമാണ് മരുന്ന് കൊടുത്തിട്ട് വരുന്ന അതിൻ്റെ പാർശ്വഫലങ്ങൾ. കാരണം ഇന്ന് നമുക്ക് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഗുരുതരമായൊരു കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്കും ആ നഷ്ടം അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് റിസോഴ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കോവിഡ് വാക്സിനാണ്. കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഈ ലോകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഉണ്ടാക്കിയ വാക്സിനാണ്. ആ വാക്സിൻ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ആ സമയത്ത് ഹ്യൂമൻ റേസിന് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമായിരുന്നു കോവിഡ് വാക്സിൻ. അതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുണങ്ങളാണ് മുൻ നിന്നത്, അതുകൊണ്ടാണ് നമ്മളത് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ ആൻറ്റി സ്നേക്ക് വെനവും. അത് നൽകുമ്പോൾ അതിന് പാർശ്വഫലങ്ങളുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അത് നൽകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ രോഗിയുടെ ലൈഫ് രക്ഷപ്പെടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. സോ ഇത്തരം പോളിസീസിലേക്ക് ഊന്നൽ നൽകി ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും. യെസ് ഡോക്ടർ, എന്തായാലും കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു, അത് മാറ്റി തന്നതിന് ആദ്യം നന്ദി. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേർക്ക് ഈ അവയർനെസ് ഉണ്ടാവണം, ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ എന്തായാലും തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുന്നത് കേരളത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രിവെൻഷൻ അത് തന്നെയാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും ചൂടാണ്, തണുപ്പ് നേടിയുള്ള പ്രദേശങ്ങളിലേക്ക് പാമ്പെത്താനുള്ള സാധ്യതയുണ്ട്. വീടും പരിസരങ്ങളും നോക്കുക, സുരക്ഷിതമാക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ സംസാരിച്ചതിന്.